AFC ഏഷ്യൻ കപ്പിന്റെ ആദ്യ മത്സരം ഒരു തോൽവിയോടുകൂടിയാണ് തുടങ്ങുന്നത്. 2-0 അഗെയിൻസ്റ്റ് ഓസ്ട്രേലിയ. നമ്മൾ മാച്ച് പ്രിവ്യൂയിലും പല വീഡിയോകളിലായിട്ട് പറഞ്ഞതാണ്, ഒരു തോൽവി എന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിച്ച് തന്നെ ഇരുന്നോളൂ. അത് എത്രത്തോളം ആ ഒരു തോൽവിയുടെ ആഘാതം കുറയ്ക്കാൻ സാധിക്കും, അതായത് ഗോളുകളുടെ എണ്ണമൊക്കെ കുറയ്ക്കാൻ സാധിക്കും, അത്രയും നല്ലതെന്നുള്ളത്. ആയാലും 2-0 എന്നുള്ളത് അത്ര ഒരു ഓസ്ട്രേലിയ പോലെയുള്ള ഇന്ത്യക്കാളൊക്കെ ഒരു 10-70 റാങ്കിങ്ങിന് മുകളിലുള്ള രാജ്യത്തിനോട്, വേൾഡ് കപ്പിൽ സ്ഥിരമായിട്ട് കളിക്കുന്ന രാജ്യത്തോട്, വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 കളിച്ച് നിൽക്കുന്ന രാജ്യത്തിനോട് എന്നുള്ളത് അത്ര ഒരു മോശം റിസൾട്ടായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഇത് തോറ്റോണ്ട് പറഞ്ഞതല്ല, അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ മുമ്പും ഈ ഒരു വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു തോൽവി ഉറപ്പായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ ഒരു ഫാക്ട് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഓസ്ട്രേലിയക്കെതിരെ ഒരു 0-0 എന്നുള്ള നിലയിലാണ് നിന്നത്. ഗോളുകൾ വന്നിട്ടുള്ള വഴി നമ്മൾ നോക്കുമ്പം ആദ്യത്തേത് ഗുർപ്രീതിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. സോ നമ്മൾ ആ മിസ്റ്റേക്കൊക്കെ സംഭവിക്കും, അങ്ങനെ ഒരു ബ്ലണ്ടർ മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതൊരു മിസ്റ്റേക്ക് തന്നെയാണ്. ഗുർപ്രീത് എപ്പോഴും നമുക്കറിയാം, ബിഗ് കൺട്രീസിനെതിരെ കളിക്കുമ്പോൾ നമ്മളെപ്പോഴും രക്ഷിക്കുന്ന ഒരു ഗോൾ കീപ്പറാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ മിസ്റ്റേക്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തതാണ്, പക്ഷേ അത് സംഭവിച്ചു എന്നുള്ളതാണ്. സെക്കൻഡ് വൺ ആണെങ്കിലും ഈവൻ എനിക്ക് തോന്നുന്നത് നിഖിൽ പൂജാരിയൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇത് ചെയ്തിരുന്നെങ്കിൽ അത് ക്ലിയർ ചെയ്യാവുന്നൊരു ബോളായിരുന്നു. അങ്ങനെ ആ 2 ഗോളുകളാണ് വന്നത്. എനിവേ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് അതിൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഓസ്ട്രേലിയക്ക് ഇതൊരു ഈസി മാച്ച് ആയിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ട് പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക, 12 വർഷങ്ങൾക്ക് മുമ്പ് ഖത്തറിനെതിരെ ഒരു മത്സരം AFC ഏഷ്യൻ കപ്പിൽ ഖത്തറിൽ പോയി കളിച്ച ഓസ്ട്രേലിയക്കെതിരെ തന്നെ നടന്ന AFC ഏഷ്യൻ കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ ഇന്ത്യ അന്ന് 4 ഗോളുകൾക്കാണ് തോറ്റത്. ഫസ്റ്റ് ഹാഫിൽ 3 ഗോളുകൾ വഴങ്ങി. ഇന്ത്യക്ക് എനിക്ക് തോന്നുന്ന ഒരു 100 പാസുകൾ പോലും കംപ്ലീറ്റ് ചെയ്യാത്തൊരു മത്സരമായിരുന്നു എന്നുള്ളതാണ്. അതായത് 11 പേരും ഈ ഒരു ലൈനിൽ നിന്നുകൊണ്ട് അങ്ങോട്ട് അടിച്ച് കളയുക എന്നുള്ള രീതിയിൽ കളിച്ചിട്ടുള്ളൊരു മത്സരമായിരുന്നു അത് എന്നുള്ളതാണ്. അവിടെ നിന്ന് നമുക്ക് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പം ആദ്യ പകുതിയിൽ ഒരു ഡ്രോ നേടിയെടുക്കാൻ സാധിച്ചു. പിന്നെ ഇന്ത്യയുടെ ഒരു ഡിഫെൻസീവിലിയൊക്കെ ആണെങ്കിലും വളരെ മികവാർന്ന പ്രകടനമാണ് നടത്തിയത്. ആ ഒരു ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് സംഭവിച്ചു, അതൊക്കെയാണ് ചേഞ്ച് ചെയ്തത്. ഞാനിപ്പം ആ ഒരു കാര്യം പറയുമ്പോൾ, ഇപ്പം മത്സരത്തിൽ ഇന്ത്യ 289 പാസസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, 4 ഷോട്ടുണ്ട്, 68% പാസിങ് ആക്യുറസി എന്നൊക്കെ പറയുന്നത്. അത് ഓസ്ട്രേലിയ പോലുള്ള ഒരു നേഷനെതിരെ എന്നുള്ളത് ഒരു ബിഗ്ഗസ്റ്റ് തിങ് ആണ്. പിന്നെ ഈ ഒരു മത്സരത്തിൽ എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ് നമ്മുടെ ഡിഫൻസിൻ്റെ പെർഫോമൻസ് എന്നുള്ളത്. തീർച്ചയായിട്ടും ഡിഫൻസ് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ളൊരു സംശയമില്ല. നമ്മൾ മാച്ച് പ്രിവ്യൂവിൽ പറഞ്ഞതിൽ നിന്നൊരു അഡീഷൻ വന്നത് ദീപക് താങ്കരി, അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ ആദ്യ മത്സരമാണ്, അതും ഓസ്ട്രേലിയക്കെതിരെ AFC ഏഷ്യൻ കപ്പിൽ ഒരു മത്സരത്തിൽ കളിക്കുന്നു എന്നുള്ളതാണ്. എനിവേ മിഡ്ഫീൽഡിൽ ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു മത്സരത്തിൽ ഇപ്പം പലർക്കും അറ്റാക്കിങ് പോരാ, ഡിഫൻസ് ഗുഡ് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പക്ഷേ എനിക്കത് തോന്നിയുള്ളൊരു കാര്യം ഞാൻ പറയാം. ഈ ഒരു മിഡ്ഫീൽഡേഴ്സ് ദീപക് ആണെങ്കിലും അപ്പുയി ആണെങ്കിലും അവർ ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർസെപ്ഷൻസ് ഒക്കെ നടത്തുന്ന കാര്യത്തിലും ഡിഫൻസീവിലൊക്കെ നന്നായിട്ട് കളിച്ചു. പക്ഷേ ഇപ്പം ഒരു ഹോൾഡിംഗ് ലെവൽ ഓഫ് കളി, ഇപ്പം ജീക്സനൊക്കെ കളിക്കുമ്പോൾ കണ്ടിട്ടില്ല, അപ്പം ആ ഒരു ഇത് വന്നിട്ടില്ല. എന്നിട്ടൊരു കോൺട്രിബ്യൂഷൻസ് വിങ്ങിലൂടെയോ അല്ലെങ്കിൽ സെൻട്രലിലൂടെയോ ഒക്കെ നടത്തുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സംഭവം വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അത് ഇപ്പം ജീക്സനൊക്കെ ആണെങ്കിലും കളിച്ചിട്ടുള്ള ഒപ്പോണൻസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ സ്റ്റീം മാച്ച് എറയിൽ തന്നെ നമ്മൾ കളിച്ചിട്ടുള്ള ഏറ്റവും ടഫ് ആയിട്ടുള്ളൊരു ഒപ്പോണൻറ്റ് തന്നെയാണ് ഓസ്ട്രേലിയ. അവർക്കെതിരെ ഒരു ഈസി മാച്ച് ആയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അവരുടെ ഒരു അറ്റാക്സും കൂടുതലും അവരൊരു വിങ് കേന്ദ്രീകരിച്ചിട്ടൊക്കെയാണ് അവർ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു മത്സരത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ചാൻസ് നിഖിൽ പൂജാരിയുടെ ഒരു ക്രോസ്, പക്ഷേ അത് ഹെഡർ ആക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് ആദ്യ പകുതിയിൽ തന്നെ അതൊരു 1-0 എന്ന് പറയുന്നൊരു ലെവലിലേക്കൊക്കെ എത്താൻ സാധിച്ചേനെ എന്നുള്ളതാണ്. എനിവേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്ര ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഒന്നും അല്ല ഉണ്ടായിരുന്നത്. ഒരു 1-0 2-0 തോൽവിയാണെങ്കിലും ഓക്കെ ആയിരുന്നു. നമുക്ക് GD ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. കൂടുതൽ ആ സമയത്ത് അറ്റാക്കൊന്നും ചെയ്യാണ്ട് തന്നെ നിന്നത് ഒരു വിധത്തിൽ നിന്നത്. കാരണം വീണ്ടും നമ്മുടെ ഓപ്പൺ ആകും ഓസ്ട്രേലിയ കൂടുതൽ ഗോൾ അടിച്ചു കഴിഞ്ഞാൽ. നമുക്കറിയാം 3-ാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പോലും നമുക്ക് ചാൻസസ് ഉണ്ട്. സോ ഇനിയുള്ള മാച്ചസിൽ നിന്ന് നമുക്കിപ്പോൾ ഉസ്ബെക്കിനെതിരെ ഒരു 1-0 തോൽവിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡ്രോ നേടിയെടുത്താലും ഓക്കെയാണ്. അതുപോലെ സിറിയക്കെതിരെയും കൂടി വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിൽ ചാൻസസ് ആർ ദെയർ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു മത്സരത്തെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പറയാം. മറ്റൊരു കാണിക്കാണെന്ന് ഷാൻസ്.